വാർത്താ മത്സരം. മാനഹാനി വന്നത് പാവം ബാലകൃഷ്ണന്. കാങ്കോലിൽ പാലത്തിന് മുകളിൽ നിന്നും പുഴയിൽ മാലിന്യം തള്ളിയ ആളെ കയ്യോടെ പിടികൂടി എന്ന നിലയിൽ സമൂഹമാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത തീർത്തും വാസ്തവ വിരുദ്ധമാണെന്ന് ബന്ധപ്പെട്ടവർ തെളിവ് സഹിതം പറയുന്നു. മറ്റ് മാധ്യമങ്ങളിൽ വാർത്ത സംപ്രേഷണം ചെയ്യുന്ന സമയത്തു തന്നെ വടക്കൻ വാർത്തകൾക്കും ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നെങ്കിലും ദൃശ്യങ്ങളിലെ പൊരുത്തക്കേടുകൾ കാരണം സംശയ നിവാരണം നടത്തിയ ശേഷം വാർത്ത കൊടുക്കാമെന്ന തീരുമാനത്തിലാണ് ആ വാർത്ത അപ്പോൾ കൊടുക്കാതിരുന്നത്. വടക്കൻ വാർത്തകളുടെ സംശയത്തെ ശരിവെക്കുന്ന ഉത്തരമാണ് ബന്ധപ്പെട്ടവരിൽ നിന്നും ഇപ്പോൾ ലഭിച്ചത്. അവിടെ മാലിന്യം നിക്ഷേപിച്ച വീഡിയോ എല്ലാവരും കണ്ടതാണ്. അത് മാലിന്യമല്ല, ക്ഷേത്രത്തിലെ മഞ്ഞക്കുറിയും അതുപോലെ ചന്ദനവും പുഷ്പങ്ങളും അടങ്ങിയ ഒന്നാണ്. അത് കൊണ്ടുപോയ കവർ തിരികെ കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ ആ വീഡിയോയിലുണ്ട്. മാലിന്യം നിക്ഷേപിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ എത്തുന്ന വഴിയിൽ ഒരുപാട് കുറ്റിക്കാടുകളുണ്ട്, അതിൽ തള്ളാവുന്നതാണ്. അങ്ങനെ ചെയ്തില്ല. അത് എടുത്തുകൊണ്ടുപോയി കൈകൊണ്ട് കുറികളും മറ്റും അതിലേക്ക് ഇടുകയാണ് ഉണ്ടായത്. അപ്പോൾ തന്നെ സാധാരണ എല്ലാവർക്കും ആ വിഷ്വൽ കണ്ടാൽ മനസ്സിലാവും അതൊരു മാലിന്യ നിക്ഷേപം അല്ല എന്നത്. അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായി ചെയ്തതാണ്. ഹിന്ദു ആചാരപ്രകാരം ക്ഷേത്രത്തിനുള്ള പ്രസാദങ്ങളും അങ്ങനെ മറ്റ് സ്ഥലങ്ങളിൽ നിക്ഷേപിക്കരുത് എന്ന ഒരു ആചാരം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് അത് ചെയ്തത്. അല്ലാതെ ഒരു വീട്ടു മാലിന്യം കൊണ്ട് തള്ളുകയല്ല ചെയ്തത്. പയ്യന്നൂരിലെ ആദ്യകാല ടാക്സി ഡ്രൈവറായ പങ്ങടത്തെ കാവുന്താഴ ബാലകൃഷ്ണൻ കുണ്ടേങ്കോവലിലെ ഭാര്യ വീട്ടിലെത്തിയതായിരുന്നു അന്ന്. ഭാര്യയുടെ വൃദ്ധയായ അമ്മ പൂജാമുറി വൃത്തിയാക്കുമ്പോൾ ലഭിച്ച ഇത്തരം പൂജാവസ്തുക്കൾ അവരുടെ വിശ്വാസപ്രകാരം സമീപത്തെ ഏതെങ്കിലും ഒഴുക്കുവെള്ളത്തിൽ കളയാൻ ഏൽപ്പിച്ചതായിരുന്നു ബാലകൃഷ്ണനെ. മുമ്പൊക്കെ ഈ ഭാഗത്തുള്ളവർ പഴയകാലത്തെ ഹിന്ദു ആചാര വിശ്വാസപ്രകാരം അമ്പലങ്ങളിൽ നിന്നും ലഭിക്കുന്ന പൂജാവസ്തുക്കൾ കരിങ്കിപ്പുഴ, കുണ്ടോറപ്പുഴ തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു ഒഴുക്കിക്കളഞ്ഞിരുന്നത്. ഇപ്പോൾ പെരുമ്പപ്പുഴയിൽ ഈ പതിവ് പലരും തുടരുന്നതായി നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും. മാലിന്യം കളയാനാണെങ്കിൽ പട്ടാപ്പകൽ ജനസഞ്ചാരമുള്ള തിരക്ക് പിടിച്ച ഈ പാലത്തിന്മേൽ ഒഴുക്കുള്ള ഭാഗം നോക്കി ബുദ്ധിമുട്ടി റോഡ് മുറിച്ചു കടന്ന് ചെയ്യേണ്ട ഒരു കാര്യവും ബാലകൃഷ്ണന് ഇല്ലായിരുന്നു. ഇത്രയും ചെറിയൊരു കവർ വരുന്ന വഴിയിൽ ചുരുട്ടി എറിയേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. ദൃശ്യങ്ങളിൽ കണ്ട ഇത്തരം സംശയമൊക്കെ കൊണ്ടായിരുന്നു വടക്കൻ വാർത്ത ഈ ദൃശ്യങ്ങളുടെ സത്യാവസ്ഥ അറിയാൻ അന്വേഷിച്ചത്. ഞാൻ വീട്ടിൽ നിന്ന് കഴിയുമ്പം പിന്നെ അമ്മ തന്ന അമ്പലങ്ങളിലെ പൂവും ചന്ദനവും ഭസ്മവും ചെക്കിപ്പും തുളസിപ്പൂവും അതൊക്കെ അടങ്ങിയ പൂവാണ് നമ്മൾ തോട്ടിലൊഴുക്കിയത്. പിന്നെ മാലിന്യം കൊണ്ടിറക്കിയില്ല, അതുകൊണ്ട് കൊട്ട ഞാൻ തിരിച്ചോടെ വീട്ടിലേക്ക്. വ്യക്തിഹത്യപരമായ വാർത്തകൾ വസ്തുതകൾ അറിയുന്നതിനു മുമ്പേ തന്നെ കിട്ടുന്ന ദൃശ്യങ്ങൾ വെച്ച് പുറത്തെത്തിക്കാൻ മത്സരം നടക്കുന്ന വർത്തമാനകാലത്ത് ഈ ദൃശ്യങ്ങൾ വടക്കൻ വാർത്തകൾ അടക്കമുള്ള എല്ലാ മാധ്യമങ്ങൾക്കും ഒരു പുനർചിന്തക്ക് വഴിയൊരുക്കുമെന്ന് കരുതട്ടെ. ഈ വർക്ക്ഷോപ്പ് ഉടമ ഇതുവരെ അവരുടെ ഫേസ്ബുക്കിൽ നിന്നും ഇത് നീക്കം ചെയ്തിട്ടില്ല. അവരുടെ ഉദ്ദേശം ഒരു വ്യക്തിഹത്യ എന്ന ഒരു നിലപാടാണ് ഇപ്പോഴും കൈക്കൊള്ളുന്നത്. വടക്കൻ വാർത്തകൾ, ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.